അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് ഒരു മഹത്തായ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായിക്കൊണ്ട് വിശ്വാസി സമൂഹം കൊണ്ടാടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം, ബലിപെരുന്നാൾ ആഘോഷമാണ്. അത് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. രണ്ടാമത്തേത് ചെറിയ പെരുന്നാൾ ആഘോഷമാണ്. റമദാനിന് ശേഷം നോമ്പ് ഒരു മാസം നോറ്റതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ, വിശ്വാസികൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹം. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന കാര്യം പഠിപ്പിക്കുമ്പോൾ എവിടെയും വിട്ടുപോകാതെ, ഒന്നും ചോർന്നു പോകാതെ എല്ലാ കാര്യങ്ങളെ തൊട്ടും കൃത്യമായ ഒരു മാർഗദർശനം പരിശുദ്ധ ഖുർആനും ഹദീസുകളും നൽകിയിട്ടുണ്ട് എന്ന് സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങളായ ആളുകൾ വിശ്വസിച്ച് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയായിരിക്കണം ആരാധനകൾ, എങ്ങനെയായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ, എങ്ങനെയായിരിക്കണം നമ്മളുടെ ഇടപാടുകൾ, എങ്ങനെയായിരിക്കണം നമ്മളുടെ ബന്ധങ്ങൾ, വൈയക്തികമായതും ആത്മീയമായതും ഒക്കെയായ എല്ലാ മേഖലകളിലും ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയാറുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല ഇസ്ലാമിലെന്ന്. അതേപോലെ തന്നെ നമ്മുടെ ആഘോഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ അനുഗ്രഹമാണ്. ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞതിൽ എങ്ങനെ നമ്മൾ ആഘോഷിക്കണമെന്ന് പറയുന്ന ആ കാര്യങ്ങളിൽ പോലും അതിൻ്റെ തീയതിയും അതുപോലെ തന്നെ അതിൻ്റെ പരിധിയും എല്ലാം നമുക്ക് നിശ്ചയിച്ചു തന്ന ഒരു റബ്ബ് നമുക്കുണ്ട്. ആ റബ്ബിനോട് നമ്മൾ ഒന്നാമതായിക്കൊണ്ട് ഇതിൽ കടപ്പെട്ടിരിക്കുന്നു. ഈ പെരുന്നാൾ ദിവസം നമ്മൾ ഓർക്കേണ്ട ഒന്നാമത്തെ വിഷയം അതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അറിഞ്ഞുകൊണ്ട്, ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് നമ്മളെല്ലാവരും പറഞ്ഞു പോകുന്ന ഒരു തക്ബീറാണ് ഇത്. കാരണം അല്ലാഹുവാണ് വലിയവൻ, എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ് എന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ചു കൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ആഘോഷങ്ങളും ആരാധനയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹജ്ജ് പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു വ്യക്തി അതിനു മുമ്പ് അറഫ ദിവസത്തിൽ, അതായത് ദുൽഹിജ്ജ 9 അറഫയിൽ സമ്മേളിച്ച ആളുകൾ അവിടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വലിയ ഒരു വിശ്വാസി സമൂഹം, ഹജ്ജിന് പങ്കെടുക്കാത്ത ഒരു വലിയ ഒരു സമൂഹം ആ ദിവസം അറഫ നോമ്പ് നിൽക്കുകയാണ്. അങ്ങനെ നോമ്പ് കഴിഞ്ഞ് പിറ്റത്തെ ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയ പെരുന്നാൾ ആഘോഷം എങ്കിൽ, ഇവിടെ ഇന്ന് നമ്മൾ ആഘോഷം നിർവഹിക്കുന്നത് നമ്മൾ ഒരു മാസത്തെ റമദാൻ മാസത്തിൻ്റെ നോമ്പനുഷ്ഠിച്ചതിന് ശേഷമാണ്. രണ്ടും വലിയ ആരാധനകൾ നിർവഹിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഹൃദയത്തെ തിരിച്ച് അതിനുശേഷമാണ് നമ്മൾ ആരാധനകൾ നിർവഹിക്കുന്നത്, നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് എങ്കിൽ അതേപോലെ തന്നെയാണ് ഇവിടെയും എന്നത് വളരെ സ്മരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ആരാധനകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നോമ്പിൻ്റെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ സുദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ അവിടെ ഉറ്റാലോചിക്കേണ്ട ഒരു വിഷയം, ആ ആഘോഷം തുടങ്ങുന്നത് തന്നെ വലിയ ഒരു ആരാധനയിലൂടെയാണ്. അതായത് പള്ളിയിൽ പോയി, അതല്ലെങ്കിൽ ഈദ്ഗാഹിൽ പോയി നമസ്കരിച്ച്, ഈദ് നമസ്കാരം കഴിഞ്ഞ് സഹോദരങ്ങളെയൊക്കെ കണ്ട് എല്ലാ ആളുകളുമായിട്ട് വൈയക്തികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പുതുക്കിയതിന് ശേഷം നമ്മൾ കുടുംബങ്ങളിലേക്ക് തിരിച്ചുപോയി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമായിട്ടുള്ള ആ ഈദിൻ്റെ സുദിനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു സന്ദേശം. പക്ഷേ ആ സന്ദേശത്തിൽ ഈ ഈദ്ഗാഹിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആളുകളെയും പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്,
നമസ്കരിക്കാൻ വേണ്ടി രാവിലെ ഈദ്ഗാഹിലേക്ക് പോകണമെന്നുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ആ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പോകാറുണ്ട്. പക്ഷേ ഒരുപാട് സ്ത്രീകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായിട്ട് കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വലിയ അശുദ്ധിയുള്ള സ്ത്രീകൾ പോലും അവിടെ മുസല്ലയിൽ നിന്ന്, നമസ്കാര സ്ഥലത്തിൽ നിന്ന് മാറി നിന്ന് ആ ഖുതുബകൾ, പ്രസംഗങ്ങൾ ശ്രവിക്കാൻ വേണ്ടി ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് എല്ലാവരും എത്തി അന്ന് കൈമാറുന്ന ആ ഈദിൻ്റെ, ആ പെരുന്നാളിൻ്റെ ആശംസകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്ബോധനങ്ങളും അത് വിശ്വാസി സമൂഹം കേൾക്കേണ്ടതാണ്. അതിൽ എല്ലാവരും പങ്കെടുക്കുന്നു ഇന്ന് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഈ ഒരു വിഷയത്തിൽ നമ്മൾ പിൻപറ്റണം. അവിടെ ആ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് വലിയ ഒരു വിശ്വാസി സമൂഹം അത് ആചരിക്കാൻ, അത് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെയാണ് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള ഒരു സാഹോദര്യ ബന്ധം അത് ഊട്ടിയുറപ്പിക്കുന്ന ഒരു മേഖല നമ്മൾ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ സ്വഹാബികളുമൊക്കെ ഏറെ സ്നേഹിച്ച് പരസ്പരം ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട്, സൗഹൃദങ്ങൾ സ്ഥാപിച്ചുകൊണ്ട്, ആത്മീയമായിട്ടുള്ള നിലക്ക് തന്നെ വലിയ സാഹോദര്യം സ്ഥാപിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായി കൊണ്ട് നമ്മൾ ഗൗനിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം ഒരു ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും വന്ന് കണ്ടിരുന്ന ഒരു സ്വഹാബിയാണ് സാഹിർ ബിൻ ഹറം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു കാട്ടറബിയായിട്ടുള്ള, അഹ്റാബിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു വിരൂപിയാണ്. കാഴ്ചയിൽ അത്ര സൗന്ദര്യമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടക്ക് ഹദിയ വന്ന് കൊടുക്കും ഈ സ്വഹാബി, അതായത് സമ്മാനങ്ങൾ വന്ന് കൊടുക്കാറുണ്ട്. പ്രവാചകനുമായിട്ട് നല്ല അടുത്ത ഒരു ബന്ധമുണ്ട്. ആ സ്വഹാബി ഒരിക്കൽ മദീനയിലെ അങ്ങാടിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വേളയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയുടെ പുറകിൽ നിന്ന് പോയി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കെട്ടിപ്പിടിച്ചതിന് ശേഷം പ്രവാചകൻ ഉറക്കെ തൻ്റെ മറ്റു സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട് പറഞ്ഞു, ഈ അടിമയെ വിലക്ക് വാങ്ങാൻ ആരുണ്ട് എന്ന് ചോദിച്ചു. പ്രവാചകൻ്റെ ഒരു കുസൃതിയായിരുന്നു അത്. അന്നേരം ആരാണ് എന്നെ വിൽക്കാൻ ശ്രമിക്കുന്നത് എന്ന അർത്ഥത്തിൽ സാഹിർ റളിയല്ലാഹു അൻഹു പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മളൊന്ന് ആലോചിക്കണം. അദ്ദേഹം ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. എല്ലാ ആളുകൾക്കും നേതൃത്വം വഹിക്കുന്ന വലിയൊരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു മഹാവ്യക്തിത്വം സാധാരണക്കാരനായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ അങ്ങാടിയിൽ പോയിക്കൊണ്ട് പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചോദിക്കുക എന്ന് പറയുന്നതിൽ നമുക്കേറെ മാതൃകയുണ്ട്. സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏതൊരു നേതാക്കന്മാർക്കും സാധിക്കേണ്ടതുണ്ട് എന്ന കൃത്യമായ ഒരു സന്ദേശമാണ് അത് നൽകുന്നത്. അങ്ങനെ ഈ സാഹിർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കിയപ്പോൾ അത് മുഹമ്മദ് നബിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ്റെ മാറിലേക്ക് തല ചാഴ്ചിക്കൊണ്ട് അദ്ദേഹം അല്പസമയം കിടക്കാൻ തുനിഞ്ഞു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ അടിമയെ വിലക്ക് വാങ്ങാനുള്ളത്? അന്നേരം സാഹിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ ആര് വിലക്ക് വാങ്ങാനാണ്? ഞാൻ അത്രമാത്രം വിലമതിക്കുന്നവനല്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയ വിലയുള്ളവനാണ് എന്ന്. അതായത് ആ ഒരു സഹാബിയെ സംബന്ധിച്ച് അദ്ദേഹത്തിലുള്ള അപഹർഷതാബോധം മറ്റുമൊക്കെ അത് മാറ്റിയെടുത്ത് ഒരു ഔന്നത്യബോധമുള്ളവനാക്കി മാറ്റാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പദം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറെ സ്ഥാനമുണ്ട് നിങ്ങൾക്ക് എന്നാണ്. ഈ ഒരു സ്ഥാനം സഹോദരങ്ങളെ എല്ലാ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾക്കും പരസ്പരം ഓരോ വിശ്വാസികൾ വകവെച്ച് കൊടുക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഈദ് ആഘോഷം നടക്കുന്ന ഒരു ദിവസം. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നുള്ള വിഷയം അത് ഒരു ആദർശമായിട്ട് സ്വീകരിച്ച വ്യക്തികൾ, അവർ പരസ്പരമുള്ള ബന്ധമെന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കേണ്ട ഒരു ബന്ധമാണ്. കഅബാലയം നോക്കിക്കൊണ്ട് അബ്ദുല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞില്ലേ, കഅബ നീ എത്ര മഹത്തരമാണ് എന്ന്, എത്രമാത്രം പവിത്രതയുണ്ട് നിനക്ക്, എത്രമാത്രം പരിശുദ്ധിയുണ്ട് നിനക്ക് എന്നുള്ള അർത്ഥത്തിൽ നീ മഹത്തരമാണ് എന്ന് അബ്ദുല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബാലയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ കഅബാലയം
എല്ലാ ആളുകളും സത്യവിശ്വാസികളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഏറെ പവിത്രതയുണ്ട് കഅബാലയത്തിന്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് കഅബയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതെങ്കിലും ആളുകൾ സംസാരിക്കുമ്പോൾ ഈ കഅബയുടെ നീളം കൂടുതലാണ്, ഈ കഅബയുടെ അതിൻ്റെ 4 ഭാഗത്തുള്ള കോർണറുകൾ ശരിയല്ല, അതിൻ്റെ തുണി ഉപയോഗിച്ചത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ ആക്ഷേപിക്കാൻ ആരും തുനിയാറില്ല. കാരണം എന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയ അള്ളാഹുവിൻ്റെ ഒരു ഭവനമാണ്. അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ വിശ്വാസികളുടെയും ബാധ്യതയാണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരും കഅബാലയത്തെ മോശമാക്കിക്കൊണ്ട് സംസാരിക്കാറില്ല. ആ കഅബാലയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കഅബ നീ എത്ര മഹത്തരമാണ്, എന്നാൽ നിന്നേക്കാളും മഹത്തരമുണ്ട്, നിന്നേക്കാളും മഹത്വമുണ്ട് ഒരു സത്യവിശ്വാസിയായിട്ടുള്ള ആളിന്, ഒരു സത്യവിശ്വാസിയായിട്ടുള്ള ഒരു സഹോദരന് കഅബയേക്കാൾ മഹത്തരമായ രൂപത്തിൽ നമ്മൾ പരിഗണിക്കണമെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു സംസാരം സഹോദരങ്ങളെ അതിനെ അന്വർത്ഥമാക്കാൻ കഴിയുന്ന ഒരു സുദിനത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. പാവപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്. ആ പാവപ്പെട്ട ആളുകളെ പരിഗണിക്കാതെ ഒരു ആഘോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ഇസ്ലാമിൽ ഈദുൽ ഫിത്ർ സക്കാത്ത് അത് നിർബന്ധമാക്കി. അതായത് ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കാതെ മുസല്ലയിലേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത വിധം അതിനെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈദ് നമസ്കരിക്കാൻ വേണ്ടി വരുന്ന ഓരോ സഹോദരങ്ങളും ഈദ് നമസ്കാരത്തിന് മുമ്പ് പാവപ്പെട്ട അതിനർഹരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആ ദിവസത്തിലേക്കുള്ള ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ അരിയായിക്കൊണ്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നു. അത് കൊടുത്തതിന് ശേഷമാണ് നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ വരുന്നത്. ആ നമസ്കാരത്തിന് മുമ്പായിക്കൊണ്ട് അത് കൊടുക്കണമെന്നുള്ളത് ഇസ്ലാമിൽ നിർബന്ധമായിട്ടുള്ള ഒരു വിഷയമാണ്. അതും എന്തിനു വേണ്ടിയിട്ടാണ്? നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ട് എങ്കിൽ ആ നോമ്പിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള ഒരു കാരുണ്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയം. നോമ്പ് എന്തിനാണ് നോമ്പ് നോൽക്കുന്നത് നമുക്കൊക്കെ അറിയാം. നമ്മൾ ഒരുപാട് കേട്ടു. 1-ാം തീയതി മുതൽ റമളാൻ മാസത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ ഞാനിതാ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ റിസൾട്ട്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കാണിക്കുന്ന ആളുകളായേക്കാം എന്നാണ്. സൂക്ഷ്മത കാണിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ താക്കീതുകളുള്ള വിഷയത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. പ്രവാചകൻ താക്കീതു ചെയ്ത വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. താക്കീതുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറയുമ്പോൾ ഹറാമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം, നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണം. അങ്ങനെ വാജിബായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹറാമായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഉപേക്ഷ വരുത്തിക്കൊണ്ട് അതിനെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മാറി നിൽക്കുന്നതാണ് തഖ്വയുടെ അടിസ്ഥാനമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളുകൾ അവരിൽപ്പെട്ട ആളുകളായേക്കാം ഒരു നോമ്പുകാരൻ എന്നാണ്. ആ നോമ്പുകാരന് എന്തെങ്കിലും റമളാൻ മാസത്തിൽ ഒരു വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ, എന്തെങ്കിലും രൂപത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരമായി കൊണ്ട് ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഒരു അനുഗ്രഹമാണ് സമ്പന്നരായിട്ടുള്ള പണമുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. ആ സക്കാത്ത് കൊടുക്കുക, ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത്, ആ ഫിത്ർ സക്കാത്ത് നമസ്കരിക്കാൻ വേണ്ടി ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് സഹോദരങ്ങൾ ഇന്ന് അങ്ങനെയുള്ള ഒരു കാഴ്ച ഇന്ന് കേരളത്തിലുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസി സമൂഹം ലോകമെമ്പാടും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം ഹൃദയങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി, സാഹോദര്യം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി, സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സഹായകരമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് അതിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നർത്ഥം. അങ്ങനെ പാവപ്പെട്ട ആളുകളെ പരിഗണിച്ചുകൊണ്ട് അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വലിയ ആഘോഷത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകിയിരിക്കുന്നു എന്നർത്ഥം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പള്ളിമിനാരങ്ങളിൽ നിന്ന് ഈ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. തക്ബീറുകൾ മുഴങ്ങിക്കേൾക്കുന്നത് നമ്മൾ ശ്രവിക്കാറുണ്ട്. അവിടെയൊക്കെ അതിൻ്റെ സത്ത എന്താണ് എന്നുള്ളത്, ആശയം എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഓരോ സത്യവിശ്വാസിയും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട്
അവരുടെ സഹോദരന്മാരുമായിട്ട് ഇടപഴകുന്ന കാഴ്ചകളാണ് ഈ ഒരു ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ദിവസം തിരിച്ചറിയണം. ഇനി മറ്റൊരു വിഷയം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, റമദാൻ മാസത്തിൽ നമ്മൾ ആർജിച്ചെടുത്ത ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് പൂർവികരായിട്ടുള്ള പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, ഒരു വ്യക്തി ഒരു നന്മ ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആ നന്മയെ തൊട്ട് അതിൻ്റെ സഹോദരങ്ങളായിട്ടുള്ള മറ്റു നന്മകളും ആ വ്യക്തിയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ഒരു നന്മയായിട്ടുള്ളൊരു കാര്യം ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ ആ വ്യക്തിയിൽ വേറെയും നന്മകളുണ്ട്, സഹോദര നന്മകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്ന്. അതേപോലെ തന്നെ ഒരു വ്യക്തി ഒരു തിന്മ ചെയ്യുന്നത് കണ്ടാൽ ആ വ്യക്തിയിൽ സഹോദരങ്ങളായിട്ടുള്ള വേറെയും തിന്മകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന്. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, ഉർവ ബിൻ സുബൈർ റഹിമഹുള്ളയാണ്. സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉർവ റളിയല്ലാഹു അൻഹു ആണ് നമുക്കിത് പറഞ്ഞു തരുന്നത് എന്നർത്ഥം. ഈ ഒരു ആശയം യഥാർത്ഥത്തിൽ വളരെ അർത്ഥതലമുള്ള, നമുക്ക് വളരെ വിശാലമായ രൂപത്തിൽ എടുക്കാൻ കഴിയുന്ന ഒന്നാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ആർജിച്ചെടുത്ത ഒരുപാട് ഗുണങ്ങളുണ്ട്, റമദാൻ മാസത്തിലെ നന്മകളുണ്ട്. ആ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന രൂപത്തിൽ ബാക്കിയുള്ള 11 മാസവും നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് ഇവിടെ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന ഒരു വിഷയമുണ്ട്. ഖുർആനിലെ 92-ാമത്തെ അധ്യായം, ഖുർആനിലെ 16-ാമത്തെ അധ്യായം 92-ാമത്തെ ആയത്ത്. അതായത് ഒരു പെണ്ണിനെ ഉപമയായി കൊണ്ട് പറയുകയാണ്. മക്കക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ വളരെ സുവിധമായിരുന്ന ഒരു വിഷയമാണ്. മക്കയുടെയും തായിഫിൻ്റെയും ഇടയിലുണ്ടായിരുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ, അവരുടെ പണി എന്താണ്? അവർ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് നല്ല പണിയെടുത്തുകൊണ്ട് അവർ നല്ല പോലെ പിരിമുറുക്കിയിട്ട് ഒരു നൂലുണ്ടാക്കും. നല്ല പിരിമുറുക്കിക്കൊണ്ട് ഒരു നൂല് നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ആ നൂലിൻ്റെ ഒരു ഭംഗി നമ്മൾ ആസ്വദിക്കുമ്പോൾ എത്രമാത്രം പണി അങ്ങനെ ഭംഗിയുള്ള ഒരു നൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് സമയമെടുക്കുമെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. എന്നിട്ടോ അതിനുശേഷം അവസാനം ആ സ്ത്രീ ചെയ്യുന്ന പണി അങ്ങനെ പിരിമുറുക്കി ഉണ്ടാക്കിയിട്ടുള്ള ആ നൂലിനെ വീണ്ടും പഴയതുപോലെ തന്നെ ആക്കും എന്നർത്ഥം. അതുവരെ എടുത്ത പണികളെല്ലാം ബാത്തിലായി പോകുന്ന, നിഷ്ഫലമായി പോകുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം. ഈ ഒരു പ്രയോഗം മക്കയിൽ നിലനിന്നിരുന്ന ഒരു പ്രയോഗമാണ്. അതുപോലെ, അതായത് നല്ല പിരിയുണ്ടാക്കിയിട്ടൊരു നൂല്, പിരിമുറുക്കിയിട്ടൊരു നൂല് നമ്മൾ ഉണ്ടാക്കി വീണ്ടും പഴയതുപോലെ അത് ആക്കുന്നത് പോലെ ആകരുത് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ ആ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വലാ തകൂനു കല്ലത്തി നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഉറപ്പോടുകൂടി നൂറ്റ ശേഷം തൻ്റെ നൂൽ പല ഇഴകളാക്കി പിരിയെടുത്ത് കളഞ്ഞ ഒരു സ്ത്രീയെപ്പോലെ നിങ്ങൾ ആകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസി സമൂഹമേ, നമ്മൾ അടിയുറച്ചു നിൽക്കേണ്ട ഒരു കാര്യമാണ്, റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്ത നോമ്പിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു തിന്മയിലേക്ക് നമ്മൾ പോകരുത്. എങ്ങനെയൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ ഈ ഒരു ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി, അഥവാ റമദാൻ മാസത്തെ ഉപയോഗപ്പെടുത്തിയ പോലെ ഈ ഒരു ദിവസത്തെയും തുടർന്നുള്ള ദിവസങ്ങളെയും ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് തന്നെ നമ്മൾ ആഘോഷങ്ങളെന്ന് പറയുന്നത് അതിനൊക്കെ പരിധികൾ വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാഴ്ചകൾ കാണാൻ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത വാക്കുകൾ സംസാരിച്ചുകൊണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടാത്ത കേൾവിക്ക് വേണ്ടി നമ്മളുടെ ചെവി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആഘോഷങ്ങളിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. കാരണം എന്താണ്? ആഘോഷമെന്ന് പറയുന്നതും ഇബാദത്താണ്, അള്ളാഹു നിശ്ചയിച്ചു തന്നതാണ്. നമസ്കാരം പോലെ, സക്കാത്ത് പോലെ, നോമ്പ് പോലെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നതാണ് ഈ ആഘോഷങ്ങൾ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ കഴിഞ്ഞ് മദീനയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവർ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ, അതായത് അവിടെയുള്ള ആളുകളുടെ ആഘോഷങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ചോദിച്ച ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വിഷയമാണ്, അള്ളാഹു നിങ്ങൾക്ക് അതിന് പകരമായിക്കൊണ്ട് 2 ആഘോഷങ്ങൾ നൽകിയിരിക്കുന്നു എന്ന്. ആ ആഘോഷങ്ങൾ അതുകൊണ്ട് തന്നെ അള്ളാഹ് നൽകിയതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ആഘോഷിക്കുന്നതും ആരാധനയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ആരാധനകളിൽ ഒരിക്കലും ഹറാമായിട്ടുള്ള, നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ
കടന്നു വരാതെ ശ്രദ്ധിക്കണമെന്നത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പുണ്യങ്ങളുണ്ട്. കുടുംബങ്ങൾ നമുക്കിന്ന് സന്ദർശിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റു ബന്ധുമിത്രാദികളുണ്ട്. അവരെയെല്ലാം സന്ദർശിച്ചുകൊണ്ട് അവരുടെ സുഖവിവരങ്ങൾ നമ്മൾ അന്വേഷിക്കണം. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് ഹദിയകൾ നൽകിക്കൊണ്ട്, അവർക്ക് ഗിഫ്റ്റുകൾ നൽകിക്കൊണ്ട് അവരുമായിട്ട് ഹൃദയത്തെ ഇണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉറ്റ ചങ്ങാതിമാരെ നമ്മൾ സന്ദർശിക്കണം, രോഗികളായിട്ടുള്ള ആളുകളെ നമ്മൾ സന്ദർശിക്കണം. അതുപോലെ ഒരുപാട് നന്മകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വൈയക്തികമായിട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരുപാട് നന്മകളുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി, നന്മകളിൽ മുന്നേറാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു സുദിനത്തിൽ സാധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ ആലോചിക്കുക. കാരണം മറ്റൊന്നുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ നമ്മളുടെ ആഘോഷമെന്ന് പറയുന്നത് ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നിട്ടുള്ള ആ ദിവ്യ സന്ദേശത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ ആഘോഷമെന്ന് പറയുമ്പോൾ ഈ ലോകത്തെ സൃഷ്ടിച്ച, ഈ ലോകത്തെ പരിപാലിക്കുന്ന നമ്മുടെ റബ്ബ് നിങ്ങൾ ആഘോഷിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നൽകിയ ആ 2 ദിവസങ്ങളിൽപ്പെട്ട ഇന്നത്തെ ദിവസം, അത് ശരിയായ രൂപത്തിൽ നമ്മൾ അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആഘോഷങ്ങൾ അതിരുവിടാതെ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഓരോ നിമിഷങ്ങളും ആരാധനയിൽ മുഴുകാൻ, ആരാധന എന്നത് ആഘോഷം ആരാധനയാണ്, ആ ആരാധനയിൽ മുഴുകാൻ നമുക്ക് സാധിക്കണമെന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഇനിയോ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും കൺകുളിർമ നൽകുന്ന ആരാധനയായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്ന് പറയുന്നത് അതൊരു ഇബാദത്താണ്, ആരാധനയാണ്. ആ ആരാധനയിലൂടെ കൺകുളിർമ ലഭിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് എന്ന്. അപ്പോൾ അതായത് കൺകുളിർമ എന്ന് പറയുന്നത് മനസ്സിൻ്റെ സന്തോഷമാണ്, മനസ്സിൻ്റെ ഒരു ആശ്വാസമാണ്, അതുപോലെ തന്നെ അതൊരു ആഘോഷമാണ് എന്നർത്ഥം. കൺകുളിർമയാക്കാൻ വേണ്ടി സാധിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പ്, അതുപോലെയുള്ള ആരാധനകളൊക്കെ നമുക്ക് ആശ്വാസം നൽകുന്ന, കൺകുളിർമ നൽകുന്ന ഒരു ഇബാദത്താക്കി മാറ്റാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും എങ്കിൽ ഈ ഒരു ആരാധനയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഈദെന്ന് പറയുന്ന, ആഘോഷമെന്ന് പറയുന്ന ഈ ഒരു ആരാധന അങ്ങനെ കൺകുളിർമയുള്ള രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തിന്മകൾക്ക് നമ്മൾ ഒരിക്കലും സ്ഥാനം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. ഇന്ന് വിശ്വാസി സമൂഹം മുഴുവൻ എങ്ങനെയാണ് സഹോദരങ്ങളെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അഭിസംബോധന ചെയ്യുന്നത്? ഈദ് മുബാറക് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് കേവലമായിട്ടുള്ളൊരു ആശംസയായിക്കൊണ്ട് ഉപയോഗിക്കപ്പെടുന്നതാണ്. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആശംസാ വചനം തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, അള്ളാഹു നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന്. വളരെ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഓരോ ആശംസകളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ. അതായത് ആശംസയിലടക്കം പ്രാർത്ഥനയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2 മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവർ ആശംസകൾ കൈമാറാറുണ്ട്. എന്താണ് ആശംസ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നാണ്, അല്ലേ? അസ്സലാമു അലൈക്കും, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന രൂപത്തിൽ നമ്മൾ ആശംസകൾ കൈമാറുന്നു. അതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ആശംസയായിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള ഒരു വലിയ നിഅമത്താണ്, ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ നമ്മളൊരു വിവാഹവേദിയിൽ പോയി, എന്താണ് നമ്മളൊരു വിവാഹവേദിയിൽ പോയി കഴിഞ്ഞാൽ ആശംസയായിക്കൊണ്ട് പറയുന്നത്? വധൂവരന്മാർക്കുള്ള ആശംസയിൽ അവിടെ നമുക്ക് പ്രാർത്ഥന കാണാൻ സാധിക്കും. ബാറക്കല്ലാഹു ലക്കും വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ ബർക്കത്ത് ചൊരിയട്ടെ, നിങ്ങളിൽ അള്ളാഹു നിങ്ങളുടെ ഇണയിൽ, ദമ്പതികൾ അവർക്കിടയിൽ ഖൈർ വരുത്തട്ടെ, നന്മ വരുത്തട്ടെ എന്നുള്ളതാണ്. ഇതൊരു പ്രാർത്ഥനയാണ്, പക്ഷേ അതൊരു ആശംസാവചനമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നർത്ഥം. ഇതേപോലെ തന്നെ റമദാൻ കഴിഞ്ഞു നമ്മൾ പെരുന്നാളിലേക്ക് വന്നാൽ, ഹജ്ജ് കഴിഞ്ഞ് നമ്മൾ പെരുന്നാളിലേക്ക് വന്നാൽ 2 ഈദ് ആഘോഷങ്ങളിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന അവിടെ ആ ഒരു ആശംസയുടെ സന്ദേശം കൈമാറുന്നത് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും,
തക്കബ്ബലല്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ, മിന്ന ഞങ്ങളിൽ നിന്ന്, മിൻകും നിങ്ങളിൽ നിന്നും. അപ്പോൾ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമൊക്കെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്നുള്ളതാണ് ആശംസാവചനമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. അവിടെ സലാം പോലെ, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് പോലെ, വിവാഹവേളയിൽ ആശംസകൾ കൈമാറുന്നത് പോലെ, ഈദിൻ്റെ സുദിനവും പരസ്പരം വിശ്വാസികൾ ആശംസകൾ കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ എന്ന് പറയുന്നത് അതും ഒരു പ്രാർത്ഥനയാണ് എന്നർത്ഥം. എന്താണ് സഹോദരങ്ങളെ ഇതെല്ലാം നമുക്ക് അറിയിച്ചു തരുന്നത്? നമ്മളുടെ ആശംസകളിൽ പോലും, നമ്മളുടെ ആഘോഷങ്ങളിൽ പോലും അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്, പരലോകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വിശ്വാസിയുടെ എല്ലാ മേഖലകളും അവിടെയെല്ലാം പരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് മുഹറമാത്തുകളിൽ ഹറാമുകളിലേക്കൊന്നും പ്രവേശിക്കാതെ വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിൻ്റെ ഉദാത്തമായിട്ടുള്ള ഒരു മാതൃക ഈ ഒരു പെരുന്നാളിൻ്റെ ദിവസത്തിലും അത് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണ് എന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ആഘോഷങ്ങളിലേക്ക് പങ്കെടുക്കുന്നത്. അവിടെ അതിനെ അതിര് കടക്കുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകരുത് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുപോലെ തന്നെ ഈ ഒരു ദിവസം നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവിടെ നമ്മുടെ ഇതര സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളാണ് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ. നമ്മളുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തം നമ്മുടെ റബ്ബുമായിട്ടാണ് എങ്കിൽ നമ്മുടെ അത് കഴിഞ്ഞാലുള്ള ഉത്തരവാദിത്തം അത് മാതാപിതാക്കളോടാണ്, കുടുംബത്തോടാണ്, സമൂഹത്തോടാണ്, അയൽവാസികളോടാണ്. ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് ഗസയിൽ അനുഭവിക്കുന്ന അവിടുത്തെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്നത്തെ ഈ ഒരു സുദിനത്തിലും നമ്മൾ മറന്നു പോകരുത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. ഇന്ന് ഈദാഘോഷിക്കുമ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങൾ പട്ടിണിയിലാണ്, പ്രയാസത്തിലാണ്. അവർ തോക്കുമുനയുടെയും അതുപോലെ തന്നെ ബോംബിൻ്റെയും മിസൈലുകളുടെയും ഒക്കെ ലോകത്താണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റു മനുഷ്യ ജീവനുകളുടെയും ഒക്കെ വില എന്താണ് എന്നുള്ളത് തിരിച്ചറിയുന്ന നമ്മൾ അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു ആഘോഷത്തിലേക്ക് നമുക്ക് കടക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞു, ആഘോഷത്തിലും പ്രാർത്ഥനയുണ്ട്, ആഘോഷവും ആരാധനയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആഘോഷം, ഇന്ന് ഈദാഘോഷം എനിക്കില്ല എന്നൊരു മുസ്ലിം പറയുന്നുണ്ട് എങ്കിൽ ഫലസ്തീനിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഈദ് ആഘോഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരാൾ ഇതുപോലെ പറയുന്നത് പോലെയാണ്. അതായത് ഇന്ന് ഫലസ്തീന് വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കുന്നില്ല, ഇന്ന് ഫലസ്തീന് വേണ്ടിയിട്ട് ഞാൻ നോമ്പ് നോൽക്കുന്നില്ല എന്നൊരു വിശ്വാസിക്ക് പറയാൻ സാധിക്കാത്തതുപോലെയാണ് ഇന്ന് ഫലസ്തീന് വേണ്ടി ഞാൻ ഈദ് ആഘോഷിക്കുന്നില്ല എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ പറയുന്ന വിഷയം ഒന്നുകൂടി ഗൗരവത്തോടുകൂടി തിരിച്ചറിയേണ്ടത്. അതായത് നമ്മളുടെ ഈദ് എന്ന് പറയുന്നത് അത് ആരാധനയാണ്, അത് ആഘോഷമാണ്. അള്ളാഹുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അതിൻ്റെ ആഘോഷങ്ങൾ. അതിന് അതിർവരമ്പുകളുണ്ട്. അത് മറികടന്നുകൊണ്ട് ഒരു ആഘോഷവും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ആ രൂപത്തിൽ നമ്മളതിനെ ചിട്ടപ്പെടുത്തുകയാണ് എങ്കിൽ, നമ്മുടെ ആഘോഷങ്ങളെ നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുകയാണ് എങ്കിൽ ഒരിക്കലും തന്നെ അതൊരു മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കാത്ത രൂപത്തിൽ മാതൃകാപരമായി കൊണ്ട് തന്നെ അള്ളാഹു നൽകിയ ഈ ഒരു അനുഗ്രഹം, ആ ഒരു ദിവസത്തിൽ അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു നൽകിയിട്ടുള്ള ബർക്കത്തുകൾ, ഇതെല്ലാം സ്വീകരിക്കാൻ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സാധിക്കും എന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.